വളരെ കൂളായിട്ടാണ് കാര്യങ്ങൾ. നമുക്ക് ടെൻഷനില്ല, എനിക്ക് ടെൻഷനില്ല. ഓക്കെ അല്ലേ? എങ്ങനെയുണ്ട്? തൂമഴ പെയ്യുന്ന മുറ്റത്ത് ഞാനൊറ്റയ്ക്ക് ഉമ്മറത്തിണ്ണയിൽ വന്നിരിക്കേ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഞ്ജലി ദിലീഷ്. ഞാനിന്നുള്ളത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിലാണ്. ഇന്ന് എനിക്കൊരു ഹിന്ദു ബ്രൈഡൽ മേക്ക് ഓവർ ആണുള്ളത്. ഇന്നത്തെ എൻ്റെ ബ്രൈഡിൻ്റെ പേര് ചിത്ര എന്നാണ്. അപ്പോൾ ചിത്രയ്ക്ക് എൻഗേജ്മെൻറ്റ് മേക്കപ്പും ബ്രൈഡൽ മേക്കപ്പും ആണുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് എല്ലാം കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. ഹായ് ചിത്ര. ഹായ്, ഗുഡ് മോർണിംഗ്. പഠിച്ചതൊക്കെ എവിടെയാ? പഠിച്ചത് പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നതോ? വർക്ക് ചെയ്യണത് തൃപ്പൂണിത്തുറ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. തൃപ്പൂണിത്തുറ വന്ന പരിചയമാണോ നമ്മുടെ ഷോപ്പിൽ? അതുവഴി പാസ് ചെയ്തപ്പോൾ കണ്ടാണോ? വീഡിയോ നമുക്ക് ഹെയർ ലാസ്റ്റ് ചെയ്യാം. ഫേസ് ചെയ്താലെന്നോ? ഐബ്രോ എടുക്കണ്ടെന്നല്ലേ പറഞ്ഞു? അമ്മ റിട്ടയർഡ് ആയില്ലേടോ? അതെ, അമ്മ റിട്ടയർഡായി, ടീച്ചറായിരുന്നു. അമ്മ അന്ന് വന്നപ്പോൾ പറഞ്ഞിരുന്നു പാലക്കാടായിരുന്നു. അച്ഛനും രണ്ടുപേരും ഗവൺമെൻറ് സർവീസ്. പ്ലേസ് എവിടെയാണ്? വൈക്കം. വൈക്കത്ത് എവിടെയാണ്? ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ഉദയനാപുരം. അവിടെയാണോ വീട്? അതിനടുത്തായിട്ടാണ്. ആള് കാസർഗോഡാണോ? അപ്പോൾ വർക്ക് ചെയ്യുന്നത് കാസർഗോഡ്. രണ്ടുപേരും രണ്ട് സ്ഥലത്താണോ? ഒരാളെ തൃപ്പൂണിത്തുറ. ഇന്നിപ്പോൾ ഫംഗ്ഷനൊക്കെ എവിടെ വെച്ചിട്ടാ? വീട്ടിൽ ഇവിടെ വെച്ചിട്ടാണോ? അല്ല, പറവൂർ സെൻട്രൽ ഓഡിറ്റോറിയം. സെൻട്രൽ ഓഡിറ്റോറിയം. ഗുഡ് മോർണിംഗ്. വായിരിക്കും. പിന്നെ നമ്മുടെ എൻഗേജ്മെൻറ്റ് മേക്കപ്പ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും എന്താ അഭിപ്രായം? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും അത് തന്നെ ചോദിക്കുന്നത് അവിടെ ചെയ്തത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അനിയത്തി അമ്മയൊക്കെ എന്ത്? അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. സുജി കുളിക്കുന്നു. അമ്മയൊക്കെ കിടന്ന് പോയിട്ടായി. അച്ഛനിപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞു 2 മണിയൊക്കെ ആയിരുന്നു. ഇത് ചിത്രയുടെ അമ്മയാണ്, ഗീതാമ്മ. ഞങ്ങളിവിടെ കയറി വന്നപ്പോൾ കുറേ പുരസ്കാരങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഉടമയാണിത് അല്ലേ അമ്മ? കവിതയൊക്കെ ചൊല്ലും. ഒരു പുസ്തകമാക്കി അത് പിന്നെ മന്ദാരപ്പൂക്കൾ എന്ന് പറയും കവിതാ സമാഹാരത്തിന്റെ പേര്. അത് 2014 പ്രകാശനം ചെയ്തു എറണാകുളത്ത് വെച്ചിട്ട്. പിന്നെ
2015 ഡോക്ടർ ബി.ആർ. അംബേദ്കറിന്റെ പുരസ്കാരം കിട്ടി. ഡൽഹിയിലായിരുന്നത്. പിന്നെ അതിനുശേഷം മഹാത്മാഗാന്ധി അവാർഡ്, 2ാം അവാർഡ്. സ്കൂളിലായിരുന്നു അമ്മ അപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ 87 സർവീസ് കയറി PSCയുടെ. അത് നമ്മുടെ ചാലക്കുടി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു. അവിടെ ഒരു 15 വർഷം സർവീസിലുണ്ടായിരുന്നു. അതിനുശേഷം വെള്ളാങ്കല്ലൂർ GUPS അതിലേക്ക് വന്നു. അവിടെയും 15 വർഷം. അങ്ങനെ 30 വർഷത്തെ സർവീസ്. 2017 റിട്ടയർഡ്. അങ്ങനെ അതിനിടയ്ക്ക് പല ഇതിന്റെ വിദ്യാരംഗ കലാസാഹിത്യത്തിന്റെ കൺവീനർ, ജോയിന്റ് കൺവീനറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അച്ഛനും ചിത്രയുടെ അച്ഛനും സാറല്ലേ? അതെ അതെ. അച്ഛൻ നമ്മുടെ കൈതാര സ്കൂളിൽ പഠിച്ച് അവിടെ തന്നെ ടീച്ചറായിട്ട്, പിന്നെ HM-ആയിട്ട് പ്രൊമോഷനായി. പിന്നെ കടന്നപ്പടി സ്കൂളിൽ പ്രിൻസിപ്പളായിട്ട്, പിന്നെ പുതിയകാവ് കൈതാരത്ത് വീണ്ടും പുതിയ ഇവിടെ എറണാകുളം പുതിയകാവ്, ഇവിടെ പറവൂർ പുതിയകാവ്, പുതിയകാവ് സ്കൂളിലാണ് സ്റ്റാർട്ടിങ് ചെയ്തത്. പിന്നെ അതിനുശേഷം പറവൂർ HM-ആയിട്ട് വന്നു. പിന്നെ റിട്ടയർഡായി. 2013 റിട്ടയർഡ്. എൻ്റെ 2ാമത്തെ കവിതാ സമാഹാരമായ അന്ന് പെയ്തൊരാ മഴയിൽ എന്ന സമാഹാരത്തിൽ നിന്നെടുത്തൊരു കവിതയാണ്. ഏതാനും വരികൾ. അന്ന് പെയ്തൊരാ മഴയിലാണ് കവിതയുടെ പേര്. തൂമഴ പെയ്യുന്ന മുറ്റത്ത് ഞാനൊറ്റയ്ക്ക് ഉമ്മറത്തിണ്ണയിൽ വന്നിരിക്കേ, ഉള്ളിൽ കുളിരു പെയ്യുന്ന പൂമഴ കണ്ണിനാനന്ദാശ്രു കണങ്ങളായി. ചോട്ടെ ഈ അമ്മ കരഞ്ഞ് എൻ്റെ കോൺസെൻട്രേഷനൊക്കെ പോയി. കണ്ണറിഞ്ഞിട്ട് എനിക്ക് എങ്ങനെയുണ്ട്? ഇന്ന് കരയരുത്. എൻഗേജ്മെന്റിന് കരത്തി, ഇന്ന് കരയരുത് അല്ലേ ചിത്ര? എല്ലാം പിൻ ചെയ്തിട്ടുണ്ട്, എല്ലാം നൂല്. ഇനി അധികം നേരം നോക്കണ്ട. വളരെ കൂളായിട്ടാണ് കാര്യങ്ങൾ. നമുക്ക് ടെൻഷനില്ല, എനിക്ക് ടെൻഷനില്ല. ഓക്കെ അല്ലേ? ഒന്നുമില്ലല്ലോ, എങ്ങനെ സെറ്റ് ചെയ്യാനൊന്നുമില്ലല്ലോ? അല്ല ഓക്കെ അല്ലേ? അനീതി പെണ്ണെ, നീ ഞങ്ങൾ അനീതിനെ ഒരുക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് റിസപ്ഷന് കാണാം. ഞങ്ങളവിടെ വന്നേക്കാം കേട്ടോ. ഓക്കെ.